ഒരുപാട് പേർ ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ വീഡിയോയും ന്യൂസ് ക്ലിപ്പുകളും ഒക്കെ അയച്ചു തന്നിട്ട് അതുള്ളതാണോ, എന്താണ് ഈ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരിൽ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെടുന്ന ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലകളിലൊന്നും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ചില പ്രത്യേകതരം വിവാദങ്ങളാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിലും മനുഷ്യജീവിതം ഉണ്ടായിരുന്നു, ഇന്നലകളിലും മതമുണ്ടായിരുന്നു, ഇന്നലകളിലും ആ മതത്തിനുള്ളിൽ വിദ്വേഷികൾ ഉണ്ടായിരുന്നു, ഇന്നലകളിലും ആ മതങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷമായി ഇന്ത്യയിൽ ഈ ഭരണകൂടങ്ങളുടെ അല്ലെങ്കിൽ നിയമപരിശോധനാ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പണ്ടത് വ്യക്തിപരമായ താൽപര്യങ്ങളുടെയോ പ്രാദേശിക താൽപര്യങ്ങളുടെയോ ഭാഗമായിരുന്നെങ്കിൽ ഇന്നത് ദേശീയ താൽപര്യങ്ങളുടെ ഭാഗമാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് പോലെയുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ ടെക്നോ പാർക്കിൽ നാളെ ഒരു കാലത്ത് ഒരു മുസ്ലിം പേരുകാരനായ ഒരാൾ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ വന്നാൽ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ഇവർക്ക് ഇഷ്ടപ്പെടാതെ എടുത്താൽ, അല്ലെങ്കിൽ ഇവർക്ക് അദ്ദേഹം ഒരു ടാർഗറ്റ് ആയാൽ, ഇവിടെ ഭരിക്കുന്നത് ഒരു BJP സർക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ പീഡനങ്ങളുടെയോ, പീഡനം എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങളിലെ പീഡനമുണ്ട്, വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടെ അതിരുവിട്ട പെരുമാറ്റം പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്ന് വെച്ചാൽ അവരെ മനസ്സിലാക്കാതെ വർക്ക് ലോഡ് കൊടുക്കുക, ഇല്ലെങ്കിൽ പീഡിപ്പിക്കുക, അവധി ദിവസങ്ങളിൽ വരാൻ പറയുക, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യാൻ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ സൂപ്പർവൈസറി തസ്തികയിൽ ഇതിനു വേണ്ടി അങ്ങ് മരിച്ച് ജീവിക്കുന്ന ചിലർ ഈ ജീവനക്കാരെ, സഹപ്രവർത്തകരെയൊക്കെ പലതരം സമ്മർദ്ദത്തിൽപ്പെടുത്താറുണ്ട്. പക്ഷെ അത്തരം സമ്മർദ്ദത്തിൽപ്പെടുത്തുമ്പോൾ, അവർക്ക് പരാതി കൊടുക്കുമ്പോൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റായി മാർക്കറ്റുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, അത്തരം ഒരു സാധനം ഏതെങ്കിലും ഒരു പരാതിക്കാരിയെ കൊണ്ട് അതിൽ ഉൾപ്പെടുത്തി അതിനെ വലുതാക്കി അതിനെ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുക മാത്രമാണ് ഈ TCSൽ ചെയ്യുന്നത്. അല്ലാതെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഒരിക്കലും അത്തരം കുട്ടികളെ ആരെങ്കിലും നിർബന്ധപൂർവ്വം ബീഫ് തീറ്റിക്കാനോ അല്ലെങ്കിൽ മതം മാറ്റം നിർബന്ധിക്കാനോ ഒരു കാരണവശാലും 1% പോലും സാധ്യതയില്ലാത്തതാകുന്നു എന്നതാണ് സത്യം. ഇപ്പൊ നമ്മൾ പണ്ട് ഈ സ്ത്രീപീഡനത്തിന് വളരെ ശക്തമായ വകുപ്പ് വന്നപ്പം എല്ലാ പോലീസ് പെറ്റീഷനിലും ഭാര്യയെ കയറി പിടിക്കാൻ വന്നു, അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് മറുവശത്തെ പെറ്റീഷനിൽ അപ്പുറത്തെ വീട്ടിലെ ഭാര്യയെ എത്തി നോക്കി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീപീഡനത്തിന്റെ കണ്ടന്റ് കൊണ്ടുവരും. എവിടെയെങ്കിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആൾ വാദിയോ പ്രതിയോ ആയാൽ അതിലേക്ക് ജാത്യാധിക്ഷേപം കൊണ്ടുവരും. അതുപോലെയാണ് ഈ മതം മാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം. അത് കർശനമായി നടപ്പിലാക്കാനും അതിന് വിളവെടുക്കാനും അത് മുതലാക്കാനും നിൽക്കുന്ന ഒരു ഭരണകൂടം ഉള്ളപ്പോൾ ഏത് സംഭവങ്ങളിലും മോഷ്ടിച്ചാലും, ഇപ്പം നമ്മളൊരാളിന് കാശ് വായ്പ കൊടുത്തു, അയാളോട് തിരിച്ചു ചോദിച്ചാൽ അയാൾ കൊടുക്കുന്ന പരാതി എൻ്റെ വീട്ടിൽ വന്ന് തെറി വിളിക്കുകയും മതം മാറ്റത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു എന്നൊരു പെറ്റീഷൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുത്താൽ അതിന്റെ പേരിൽ ഉടൻ തന്നെ പോലീസ് എത്തി ഒരു അന്വേഷണവും ആ നാട്ടിലുള്ള ആളുകളെ മൊത്തവും ആ പറഞ്ഞ സ്ത്രീയെയും ഒരുപക്ഷെ ഈ വായ്പ ചോദിച്ച സ്ത്രീയെ മതം മാറ്റത്തിന് നേതൃത്വം നൽകുന്ന ഒരാളാവുകയും അവർ വിദേശത്തെവിടെങ്കിലും പോകുന്നെങ്കിൽ ഇതിന് അന്താരാഷ്ട്ര ഗൂഢബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇത്തരം കേസുകൾ പൊന്തി വരുന്നതെല്ലാം എപ്പോഴും ഒരു ഇലക്ഷൻ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദ വിഷയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലോ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. ആ സമയത്ത് ഇന്ത്യയിൽ പൊന്തി വരുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞതുപോലെ മതപരിവർത്തനം, ലവ് ജിഹാദ് ഇതുവരെ ഇന്ത്യയിൽ ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ അതിനൊരു വേർഷൻ നൽകുക, പിന്നെ അതുകൂടാതെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിക്കുക. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ സുഡാപ്പി പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നവരൊക്കെ ഉണ്ട്. അവരൊന്നും നമുക്കൊരു ശതമാനം അവരുടെ രാഷ്ട്രീയത്തിനോടോ അല്ലെങ്കിൽ ശൈലിയോടോ ഒന്നും നമുക്ക് യോജിപ്പില്ല, അത് വേറെ വ്യക്തിപരമായ കാര്യം. പക്ഷെ അവരും പ്രതിയാവുന്നത് പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള സംഗതിയിലാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭരണകൂടം, ഇപ്പൊ ഇന്നലകളിൽ മഹാരാഷ്ട്രയിൽ വേറൊരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കേസ് വരില്ല. അന്നേരം പോലീസിന്റെ മനോഭാവവും അതെല്ലാം വേറൊന്നായിരിക്കും. വേണ്ട, ഈ പോലീസും അന്വേഷണ ഏജൻസിയുടെ മനോഭാവം അറിയാൻ നമ്മുടെ സംസ്ഥാനത്തേക്ക് നോക്കിയാൽ മതിയല്ലോ.
ചട്ടി കൊണ്ടടിക്കുന്നത് രക്ഷാപ്രവർത്തനമാവുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവൃത്തികൾ പോലും മറ്റൊരു തരത്തിലേക്കാകുകയും ചെയ്യുന്ന കാലത്ത് ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. ഇവര് പാവങ്ങൾ ഇതിന് വിധിക്കപ്പെട്ടു പോയി എന്നുള്ളതേ ഉള്ളൂ. ഇതങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ 4-5 വർഷം കഴിഞ്ഞ് ഈ നാണക്കേടെല്ലാം സഹിച്ച് ഈ പീഡനവും സഹിച്ച് അവര് കുറ്റവിമുക്തരാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പണ്ട് ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുമ്പോൾ എന്തെങ്കിലും പറയുമ്പം സ്ത്രീകളാണെങ്കിൽ ആൺ ഉദ്യോഗസ്ഥർ വളരെ പേടിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും പറഞ്ഞു പോയാൽ വലിയ പ്രശ്നമാണ്. പല ഉദ്യോഗസ്ഥരും റൂമിൽ CCTV വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്കറിയാം പലരും സ്വന്തം ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത്. കാരണം ചാടി ഇറങ്ങിയിട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി, കഥ കഴിഞ്ഞില്ലേ. അപ്പം അതുപോലൊരു സംഗതിയിലേക്ക് മതപരിവർത്തനത്തെയും ബീഫിനെയും എല്ലാം കൂടി കൂട്ടിക്കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്ത് കാര്യമൊന്നുമില്ല.